നമ്മുടെ ഫസ്റ്റ് സെക്രട്ടറിയിൽ ഓർമ്മയുണ്ട്. അന്നുപോലെ നമ്മൾ ഹാഫ് വെച്ച് വലിക്കാറുള്ളൂ. നിന്റെ ഹാഫ്. നീ എന്തൊക്കെ പറഞ്ഞാലും എന്റെ കൂടെ നിർത്താൻ മാത്രം പറ്റില്ല. നിനക്ക് എത്ര രൂപ വേണമെങ്കിൽ ഞാൻ തരാം. എന്തെങ്കിലും ബിസിനസ് ചെയ്യാൻ നോക്കാം. അതൊക്കെ പോ. നിന്നോടാ ഞാൻ പറഞ്ഞത്. എന്താ കേട്ടില്ലേ? ഏയ്, എന്താ ചെയ്യുന്നേ? ഓരോ വേഷം കേട്ടോ. നീ എന്റെ ഫ്രണ്ടാണെന്ന് പറഞ്ഞ നടക്കാൻ എനിക്ക് പറ്റില്ല. ഒരിക്കലും നിന്നെ എന്റെ കൂടെ നിർത്തുമെന്ന് വിചാരിക്കണ്ട. നിന്റെ സ്വഭാവം ശരിയല്ല. ആദ്യം നിന്റെ ഈ സ്വഭാവം മാറ്റാൻ നോക്ക്. നിന്നെ എന്റെ കൂടെ നിർത്തി കഴിഞ്ഞാൽ അതെന്റെ കമ്പനിക്ക് കൂടി ചീത്ത വരാം. നീ വേറെ എവിടേക്കെങ്കിലും പോ. അത് കൊണ്ടേടാ. നിർത്ത്. ബ്രേക്ക് എവിടെ? നിനക്ക് കഴിഞ്ഞില്ലേ? ഇതെന്റെ നോക്കി നിൽക്കാൻ മേളോട്ട് വലിക്കുക. എന്നെ നിന്റെ കൂടെ നിർത്തണം. അതൊന്നും പറ്റില്ല. നീ വലിച്ചു കേട്ട്. എനിക്ക് നിന്നോട് നിൽക്കണം. എങ്ങനെയാ നിർത്തുന്നേ? ഒരു ഡിഗ്രി എങ്കിലോട്ട് നിനക്ക്. ഡിഗ്രി ഇനി സമ്മതിക്കും. ഒന്ന് പോടാ. ഈ പൊസിഷനിലാണോ ഡിസ്കഷൻ ഒക്കെ? എനിക്ക് നിന്റെ കൂടെ നിൽക്കണം. നിന്റെ അമ്മൂമ്മയുടെ ഒരു ശരി സമ്മതിച്ചിരിക്കുന്നു. വലിച്ചു കേട്ട്. തൽക്കാലം എന്റെ കമ്പനിയിൽ ജോലി ചെയ്ത് തൊലയ്ക്കാം. ആദ്യം നീ എന്നെ സേവ് ചെയ്യ്. എന്താടാ നിനക്ക്? എടാ വിട്ടി, നീ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലടാ. അപ്പൊ നിന്നെ ഞാൻ വലിച്ചു കയറ്റാതിരിക്കോ? നീ എന്തിനാണ് സമ്മതിച്ചത്? പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്. നിന്റെ ഒരു ബാഡ് ഹാബിറ്റ് എങ്കിലും ആരെങ്കിലും പ്രൂവ് ചെയ്താ അപ്പൊ തന്നെ നിന്നെ ഞാൻ തിരിച്ചയക്കും. ഞാൻ ബാഡാണെന്ന് പ്രൂവ് ചെയ്താ ഞാൻ തന്നെ കമ്പനി വിട്ട് പോയിക്കോളാം. എല്ലാരും Congratulations. Ninakadu Best Employee Award. I feel proud of you, my boy. Best Employee Award goes to Mr. Arya. Leave. Hinalji, bye. She is like a raindrop falling on my heart. She is like the sunshine after the rain. I don't know now what to do, 'cause she is She is like a raindrop falling on my heart. നിങ്ങൾ ഹൈടെക് സിറ്റിയിലേക്കല്ലേ? കണ്ടില്ലേ ഞാനിത് മനസ്സിലാക്കിയത്? ലിഫ്റ്റ് കിട്ടിയത് എന്തായാലും ഭാഗ്യമായി. ഓഫീസിലേക്ക് ഫസ്റ്റ് ഡേ അല്ലേ, ലേറ്റ് ആവാൻ പാടില്ലല്ലോ. എപ്പം ഓൺ ചെയ്യാമോ? എനിക്ക് നാട്ടിൽ ഇഷ്ടംപോലെ കാറുണ്ട്. വേണമെങ്കിൽ എനിക്കും കാറിലൊക്കെ വരായിരുന്നു. പക്ഷെ കല്യാണം കഴിച്ചാലേ കാറ് തരുമെന്ന് അച്ഛൻ പറഞ്ഞു. എന്ന് വെച്ച് കാറിന് വേണ്ടി കല്യാണം കഴിക്കാനൊന്നും എന്നെ കിട്ടില്ല. സ്മൈൽ പ്ലീസ്. ഈ കാറ് നിങ്ങളുടെ കാറല്ലേ? ആണെങ്കിൽ നിങ്ങൾ റൊമാൻറ്റിക് ആണല്ലോ. കണ്ടില്ലേ ഞാൻ എങ്ങനെ മനസ്സിലാക്കിയെന്ന്? ഞാൻ അങ്ങനെയാ. നിങ്ങളുടെ കാർ അല്ലെങ്കിൽ ഡ്രൈവ് ചെയ്തോണ്ട് ഫോട്ടോയ്ക്ക് പോസ് ചെയ്യില്ലല്ലോ. കുറച്ചുകൂടി മുന്നോട്ട്. ഇനിയും കുറച്ച്. വേറൊന്നുമല്ല, ആദ്യത്തെ ദിവസമല്ലേ, കുറച്ച് ബിൽഡപ്പ്. താങ്ക് യു. My off. This is called maniac depression. ആരും നിന്നെ സ്നേഹിക്കുന്നില്ലെന്ന സത്യം നിന്നെ ഡീപ്പായി ഹർട്ട് ചെയ്തിരിക്കുന്നു. ഐ വിൽ ആസ്ക് യു 2 questions. നീ ഹാപ്പി ആയിരിക്കുമ്പോൾ എന്താ തോന്നാറുള്ളത്? ആര്യ എനിക്ക് ഹഗ് ചെയ്യണമെന്ന് തോന്നാറുണ്ട്. അപ്പൊ ദേഷ്യം വരുമ്പോ എന്ത് തോന്നും? ആര്യ എനിക്ക് കെട്ടിപ്പിടിച്ച് കിസ് ചെയ്യണമെന്ന് തോന്നാറുണ്ട്. വല്ലാതെ ഭ്രാന്തമായിരിക്കുകയാണ്. രക്ഷയില്ല. ഇനി വേണ്ടത് നിനക്കും ആര്യക്കും ഇടയിൽ ഒരു ലക്ഷ്മണ രേഖയാണ്. എക്സ്ക്യൂസ് മീ, ഇവിടെ HR ആരാ? അങ്ങനെയല്ല ചോദിക്കേണ്ടത്.
എവിടെയുണ്ടെന്നാ? അതായത് നിങ്ങൾ തന്നെയാണെന്ന്. കണ്ടില്ലേ ഞാൻ എങ്ങനെ മനസ്സിലാക്കിയെന്ന്? സോറി സർ, ഐ എം ഗീത. ഓ, ഐ എം ഡോക്ടർ ദശാവതാരം 10 degrees ഹോൾഡർ, ഫ്രണ്ട് ഓഫ് ബിൽ ഗേറ്റ്സ്. ഓ റിയലി? HR കം സൈക്കോളജിസ്റ്റ്. വൗ, സോഫ്റ്റ്വെയറുകാർക്ക് വരുന്ന സൈക്കോളജിക്കൽ പ്രോബ്ലം ട്രീറ്റ് ചെയ്യും. ഗ്രേറ്റ്. വരൂ, നിങ്ങളുടെ ടീമിനെ പരിചയപ്പെടുത്താം. ഈ സോഫ്റ്റ്വെയർ ഫീൽഡിൽ പണത്തോടൊപ്പം അസുഖങ്ങളും കൂടുതലാണ്. അതുകൊണ്ട് ഇവരുടെ പേരുകളെക്കാൾ കൂടുതൽ അസുഖത്തിന്റെ പേരാണ് എന്റെ മനസ്സിലുള്ളത്. ഹി ഈസ് മിസ്റ്റർ ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ. ഹായ്. ഹായ് ഹായ്. ഇവൻ ഏത് ജോലി 3 തവണ ചെയ്യും, 3 തവണ പറയുകയും ചെയ്യും. ഹവോട്ടെ കോഫി കോഫി കോഫി. ഇവൻ നാർക്കോലെപ്സി. ഇവൻ എപ്പോ കിടക്കുക എപ്പോ എഴുന്നേൽക്കുമെന്ന് അവനും അറിയില്ല, എനിക്കും അറിയില്ല. എഴുന്നേറ്റു, ഫോട്ടോ എടുത്തോ, അല്ലെങ്കിൽ വീണ്ടും കിടക്കും. അപ്പോഴേ കിടന്നു. ഹൈലി ടാലന്റഡ്. നമ്മൾ എവിടെയോ. ഇവനൊരു ഗജിനി, ഷോർട്ട് ടേം മെമ്മറി. ദിവസം കാണുന്ന എന്നെ പോലും ഓർമ്മയില്ല, പിന്നെ നിന്നെ എങ്ങനെ ഓർക്കാനാ? ഇവനെ പരിചയപ്പെടുന്ന വേസ്റ്റ്. കമാൺ. How about you go? Sorry, I forgot. അയ്യോ, സോറി സാർ, സോറി. എന്താടാ? അല്ല, ഓഫീസില് നിന്റെ ഓഫീസ് 9th ഫ്ലോറിലാ, ഇത് 6th ഫ്ലോർ. ഓക്കെ സാർ. ഇവനൊരു വാച്ച് 69 6ഉം 9ഉം തമ്മിൽ മാറിപ്പോകും. ഇവന്റെ ഓഫീസ് 9th ഫ്ലോറിലാണെങ്കിൽ 6th വന്ന് ജോലി ചെയ്യും. നിന്റേത് 9th ഫ്ലോറിലാടാ. പോടാ, പോകാൻ. ഇനി എന്നെ കുറിച്ച് പറയാനാണെങ്കിൽ സാറിനെ കുറിച്ച് ഞാൻ പറയാം. യു ആർ മിസ്റ്റർ ടെക്നോമാനിയ. സാറിന് 2 വീക്ക്നെസ് ഉണ്ട്. ഒന്ന് ഐഫോൺ, അളിയൻ കൊണ്ടുവന്നതാ. 2 ലാപ്ടോപ്പ്. ബിൽ ഗേറ്റ്സ് തന്നത്. ഇത് രണ്ടും സാറിന് ജീവനാ. എക്സാക്ട്ലി. കണ്ടില്ലേ ഞാനെല്ലാം മനസ്സിലാക്കിയത്? ഞാൻ അങ്ങനെയാ, ഫേസ് കണ്ട ഫ്ലാഷ് ബാക്ക് പറയാൻ പറ്റും. ഹലോ, എന്റെ ഫോട്ടോ എടുക്കാൻ കുട്ടി മറന്നുപോയി. ഐ ആം സോറി, ഐ ഫോർഗോട്ട്. ജസ്റ്റ് വെയിറ്റ്. യെസ്. ബൈ. സോ ടോട്ടലി ഇവിടെ ആരും പെർഫെക്റ്റ് അല്ലെന്ന് മനസ്സിലായി. എല്ലാവർക്കും ഡിഫെക്ട്സ്. നോ 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 നോ, യു ആർ മിസ്റ്റേക്കൻ. ഡിഫെക്ട്സ് ഒന്നുമില്ലാത്ത ഒരാൾ ഇവിടെ ഉണ്ട്. മിസ്റ്റർ പെർഫെക്റ്റ്, ആര്യ, യുവർ ടീം ലീഡർ. He is decent, sincere, intelligent. വെറുതെ ആണെങ്കിലും അവൻ പെൺകുട്ടികളെ നോക്കുക പോലുമില്ല. ഐ എം ശാന്തി, മാനിയാക് ഡിപ്രഷൻ. ഡീപ്ലി ഇൻ ലവ് വിത്ത് ആര്യ. മിസ്റ്റർ പെർഫെക്റ്റ്. അത് പറയേണ്ടത് നിങ്ങളൊന്നുമല്ല, ഞാനാ. എവിടെ മിസ്റ്റർ പെർഫെക്റ്റ്? You're right. He is Mr. Perfect. Hey, hold on please. Thank you. Hi, morning. ഗീത. നിങ്ങളുടെ ടീമാ? ഇന്ന് ജോയിൻ ചെയ്തേ ഉള്ളൂ. സോഫ്റ്റ്വെയർ ഓഫീസില് ടീം ലീഡേഴ്സ് ഗേൾസിനെ ഹറാസ് ചെയ്യുന്നത് കോമൺ ആണെന്ന് എനിക്കറിയാം. പക്ഷെ എല്ലാരും പറഞ്ഞു നിങ്ങൾ വളരെ ഡീസന്റ് ആണ്, സിൻസിയർ ആണ്. പെൺകുട്ടികളെ ആണെങ്കിലൊന്ന് തിരിഞ്ഞു പോലും നോക്കില്ലെന്ന്. അവര് പറഞ്ഞോണ്ടല്ല, എനിക്ക് കണ്ടപ്പോഴേ മനസ്സിലായി നിങ്ങൾ പെർഫെക്റ്റ് ഗൈ. നിങ്ങൾക്ക് ലിഫ്റ്റിൽ കയറുന്നത് പേടിയല്ലേ? കണ്ടില്ലേ എങ്ങനെ മനസ്സിലാക്കിയെന്ന്? മിസ്റ്റർ പെർഫെക്റ്റ്, കുറച്ച് ഡിഫക്റ്റ്. എനിവേ, നിങ്ങളിപ്പോൾ ഒരു ടീം ലീഡറെ കിട്ടുന്നത് വിത്ത് സ്മോൾ ഡിഫക്റ്റ്. ഐ എം വെരി ലക്കി. ഹലോ, ഞാൻ ഇത്ര പുകഴ്ത്തിയിട്ടും ഒരു ചെറിയ റിയാക്ഷൻ പോലും ഇല്ല.